ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതേ നല്ല ഭംഗിയായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു, ഒരുപാട് സന്തോഷമായി. നിങ്ങൾ തരുന്ന ക്ലാസ്സിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയോട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് മിക്ക എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ടെങ്കിലും ചില ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ റെക്കോർഡ് ക്ലാസ് കണ്ടൻറ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ കൂടെ വരാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ കൂടെ ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്കിതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പിൽ ഗ്രൂപ്പായിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. മെയിൻ ഗ്രൂപ്പ് ആൻഡ് പ്രാക്ടീസ് ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് പേര്. ഒന്നുകൂടെ പറയാം, സ്ലിപ്പ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടന്നാലോ. ഇന്നത്തെ ക്ലാസ് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചെയിനിലാണ് ചെയ്യുന്നത്. നമ്മൾ ക്രോഷോയിൽ ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ മെയിനായിട്ട് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഏതൊരു വർക്കിനും ചെയിൻ സ്റ്റിച്ചിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രോഷോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നേരത്തെ ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 20 ചെയിനേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 55 സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 55 സ്റ്റിച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്തെടുത്ത സ്റ്റിച്ചിൻ്റെ 55ാമത്തെ സ്റ്റിച്ചിന് ശേഷം ഇതുപോലെ ഒരു ലൂപ്പായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലേ. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ നീഡിലിട്ട് വയ്ക്കാം. കണ്ടില്ലേ, അതായത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന അവസാനത്തെ ആ ഒരു ഭാഗം. അപ്പോൾ നമ്മളുടെ നീഡിൽ ഇപ്പം ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി നോക്കുക, ഈ ഫസ്റ്റത്തെ ചെയിൻ കണ്ടില്ലേ, ഈ ചെയിൻ എന്ന് പറയുന്നത് ഇതിനെയാണ് ചെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 50 60 70 80 90 20 കണ്ടില്ലേ. അങ്ങനെ 20 ചെയിനുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്യാം. 20ാമത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 19ാമത്തെ ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പം 55 ആണെന്നുണ്ടെങ്കിൽ 55ാമത്തെ ചെയിൻ ഒഴിവാക്കിയിട്ട് എവിടെ ചെയ്യണം, 54ാമത്തെ ചെയിനിലാണ് ചെയ്യണത്. മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ നീഡിൽ ഇങ്ങനെയാണുള്ളത് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഓൾറെഡി നമ്മൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ നീഡിൽ. മനസ്സിലായില്ലേ. ഇനി അതിനെ നേരെ ഇങ്ങനെ കൊണ്ടുവരിക, കണ്ടോ. എന്നിട്ട് നമ്മുടെ ഈ 2ാമത്തെ ചെയിൻ ഉണ്ടല്ലോ, ആദ്യത്തെ ചെയിനെ നമ്മൾ വിട്ടിട്ട് 2ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇടുക, കണ്ടോ. ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ മുകളിൽ നിന്ന് താഴത്തോട്ട് നീഡിലിന് ഇട്ട് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ നീളത്തിൽ ചെയ്ത്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ നീളത്തിൽ പോകുന്ന ത്രെഡില്ലേ, ആ ത്രെഡിനെ നേരെ നമ്മുടെ ഈ സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് കണ്ടോ, ഇതിങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇന്നലെ ചെയിൻ സ്റ്റിച്ച് പഠിച്ചില്ലേ, എങ്ങനെയായിരുന്നു, ഇങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഹുക്ക് മുകളിലോട്ടാക്കി വെക്കണം, ത്രെഡ് അടിയിൽ വരണം. എന്നിട്ട് നീഡിലിനെ പതിയെ താഴത്തോട്ട് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യുക, പയ്യെ നീഡിലിനെ ചരിച്ച് മുകളിൽ കൊണ്ടുവരിക. ഇങ്ങനെയല്ലേ നമ്മളൊരു ചെയിൻ എടുക്കാൻ പഠിച്ചത് അല്ലേ. ഇത് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നീഡിൽ 1 2 കണ്ടോ, 1 2 2 ലൂപ്പ് ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, ഈ 2 ലൂപ്പുണ്ട്. വീണ്ടും നമ്മൾ ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക. നീഡിലിനെ ഞാൻ ഹുക്ക് മുകളിലോട്ടാക്കി ത്രെഡിന് അടിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഹുക്കിനെ നേരെ താഴെ കൊണ്ടുപോയി. എൻ്റെ കൈ ശ്രദ്ധിക്കുക, ഈ 2 ലൂപ്പിൻ്റെ ഇത് ഞാൻ ചുറ്റുന്നില്ല, ചുറ്റുന്നതിന് മുമ്പ് കാണിക്കാം. ഈ മുകളിൽ കിടക്കുന്ന 2 ലൂപ്പിൻ്റെ ഇവിടെ പിടിക്കുക, ഇവിടെ കണ്ടോ,
എന്നിട്ട് എന്നിട്ട് നീഡലിനെ പതിയെ ഇങ്ങനെ ചെരിക്കുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഉള്ളിക്കൂടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നീഡലിനെ പതിയെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ കണ്ടില്ലേ? ഒന്നുകൂടെ കാണിക്കാം. ഇനി സെക്കൻഡ് ടൈം ആരും ഇങ്ങനെ യാൻ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്ത ചെയിനെ നോക്കുക. ഇപ്പം നമ്മുടെ ലൂപ്പിൽ ഒറ്റ ചെയിനേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ? ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒരു ചെയിനായിട്ട് കിട്ടും. വീണ്ടും നമ്മൾ ഒറ്റ ചെയിൻ പോലും വിട്ടാൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് പിന്നെ ചെയ്യുമ്പോൾ ഓരോന്ന് സ്കിപ്പ് ചെയ്ത് വരരുത്. ഇനി നമ്മൾ നേരെ അടുത്തുള്ള ചെയിൻ ഏതാണോ ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കണ്ടോ നീഡിലിനെ ഇട്ട് കൊടുക്കുക. ത്രെഡിനെ പതിയെ മുകളിലോട്ട് കൊണ്ടുവരിക. ഇപ്പം നമ്മൾ നീഡിലിൽ 2 യാൻ ഉണ്ടാവും. വീണ്ടും യാൻ ഓവർ ചെയ്യുക 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ. നീഡിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങനെയല്ലേ നമ്മൾ ഹുക്ക് കിടക്കുന്നത്. പതിയെ ഒന്ന് ചെരിക്കുക. കണ്ടോ? പതിയെ ചെരിച്ചിട്ട് ഇത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എൻ്റെ നീഡിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആദ്യം ഞാൻ ഇങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വലിക്കുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ നീഡിലിനെ ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നു. ലൂപ്പിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിനെ ഞാൻ നേരെ താഴത്തോട്ടാണ് ആക്കുന്നത്. കണ്ടോ? എന്നിട്ട് ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വന്നു. ഇനി രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ്. കണ്ടില്ലേ? ഒരു 2-3 പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ ചെയ്യുകയാണ്. അടുത്ത ചെയിൻ എവിടെയാണെന്ന് നോക്കുക. അടുത്ത ചെയിൻ്റെ ഉള്ളിലൂടെ ഇടുക. നേരെ താഴത്തോട്ട് കൊണ്ടുപോവുക. യാൻ ഓവർ ചെയ്യുക. നേരെ മുകളിലോട്ട് എടുക്കുക. നമ്മളുടെ നീഡിൽ 2 ലൂപ്പ് ഉണ്ടാവും. ഒന്നുമില്ല, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ ആദ്യം മുകളിലോട്ടാണ്, പിന്നെ പതിയെ അതൊരു സൈഡിലോട്ട് വരും. ലൂപ്പിൻ്റെ അടുത്തെത്തും തോറും എന്ത് ചെയ്യണം? നീഡിൽ അടിയിലോട്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ടോ നിങ്ങൾ? നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ? കണ്ടോ? നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് റോ അടുത്ത ചെയിൻ നോക്കുക. ചെയിൻ മുകളിലോട്ട് എടുക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ചെയിൻ്റെ ഉള്ളിലൂടെ ഇടുന്നു, യാൻ ഓവർ ചെയ്യുന്നു, മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇതേ മെത്തേഡിൽ നമുക്കിത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഓക്കെ. വീണ്ടും ഒറ്റ ചെയിൻ പോലും സ്കിപ്പ് ചെയ്യരുത്. ആദ്യത്തെ ഒരു ചെയിൻ മാത്രമേ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ചെയിൻ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് ആ സ്കിപ്പ് വന്ന ഭാഗത്ത് വലിയൊരു ഹോള് പോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്കിപ്പ് ആവാതെ ചെയിൻ എടുക്കുന്നത്? ഓരോ ചെയിനും എണ്ണി എടുക്കുക. അപ്പം നമുക്ക് എന്താവില്ല, ചെയിൻ അവിടെ മിക്സ് ആയിട്ട് പോവില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നീഡിലിനെ പിടിക്കുന്ന രീതിയാണ്. നീഡിലിനെ എപ്പോഴും ഇങ്ങനെ മുകളിലോട്ടാക്കി വയ്ക്കുക. ചെയിൻ്റെ ഉള്ളിലൂടെ നേരെ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ത്രെഡിനെ നേരെ കൊണ്ടുവരിക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മതി. കണ്ടോ? സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചുകളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ചെറിയ സ്റ്റിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെയധികം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ക്രോഷോ വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്രോഷോ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പറ്റും. ക്രോഷോ ചപ്പൽ, കുഞ്ഞു കുട്ടികളുടെ ചപ്പൽ, അതുപോലെ ഫ്രോക്ക്, ക്യാപ്പ്, ഹെഡ് ബാൻഡ്, ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫ്രീ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ പെയ്ഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റിച്ചുകളും പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാഗ്, അതുപോലെ ഫ്രോക്ക്, ബേബീസ് സ്വെറ്റർ, ബേബീസ് ഐറ്റംസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 200 രൂപയാണ് നമ്മളെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. അതിനും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു റോ ചെയ്തെടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരിക. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. അതായത് ഒരു റോ മാത്രം ചെയ്ത് നിങ്ങൾക്കൊരു ഭംഗി തോന്നില്ല. 3 പ്ലേ ആനിലൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ 4 പ്ലേ ആനിലാണ് ചെയ്തിട്ടുള്ളത്. 3 പ്ലേ ആനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ഭംഗിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇതാ ഒരു ചെയിൻ ഇങ്ങനെ ചെയ്യാം, കണ്ടില്ലേ? എന്നിട്ട് നേരെ തിരിക്കുക, കണ്ടോ? എന്നിട്ട് നെക്സ്റ്റ് എവിടെയാണോ ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, മുകളിൽ വരുന്ന ചെയിനിൻ്റെ ഉള്ളിലൂടെ വീണ്ടും സെയിം സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ചെയ്തത് തന്നെയാണ് ഞാനത്. ആരോ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് വീഡിയോയിൽ എങ്ങനെയാണ് നെക്സ്റ്റ് റോ ചെയ്യുക എന്നുള്ളത് കാണിക്കുമെന്ന് ചോദിച്ചത് കൊണ്ട് കാണിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു 2 റോയൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പിന്നെ ക്രോഷോ വർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയണത്, ഞാൻ പഠിച്ചതിലും എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയതും അതുപോലെ തന്നെ ട്രാവലിംഗ് യൂസിങ്, അതായത് നമുക്കൊരു ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടെയാണ് ക്രോഷോ വർക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല അത്യാവശ്യം നല്ല ഓർഡേഴ്സും അത്യാവശ്യം നല്ലൊരു ഏർണിങ്സും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്രോഷോ വർക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെക്കൻഡ് റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ ചെയിനിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ 2 ലൂപ്പിൻ്റെതാ, ഇതിപ്പോൾ ഒരു ലൂപ്പേ ഉള്ളൂ കണ്ടോ, ഇങ്ങനെയല്ല 2 ലൂപ്പിൻ്റെയും കണ്ടോ, കറക്റ്റ് ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഹെഡ് ബാൻഡൊക്കെ ചെയ്യില്ലേ കുഞ്ഞുങ്ങളുടെ, അതിന് ഏകദേശം ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഡബിൾ ക്രോഷ്യ യൂസ് ചെയ്യാം, ഹാഫ് ഡബിൾ ക്രോഷ്യ യൂസ് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. അപ്പം അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വർക്കുകൾ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ ചെയ്തു വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. സംശയങ്ങൾ നിങ്ങൾ ഏത് വേണമെങ്കിലും ചോദിച്ചോ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഇനി വാട്സപ്പ് വേണ്ട, ജസ്റ്റ് ചെറിയൊരു ഡൗട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എൻ്റെ IBയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, എവിടെയും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണ് ഈ ക്ലാസ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്നെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ലൈവ് സെക്ഷൻസ് വയ്ക്കുന്ന സമയത്ത് ലൈവിലും
ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ സെക്കൻഡ് റോയും ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ് ഈ ലാസ്റ്റത്തെ ഈ ഒരു സ്റ്റിച്ച് ആരും ശ്രദ്ധിക്കില്ല. ഏകദേശം ഈ ഒരു ഭാഗം വെച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ കണ്ടോ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ മറക്കാതെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് വരും. ഓക്കെ, കണ്ടില്ലേ? ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തു പോവാം. അതാ ഉണ്ടോ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. 3 സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളൊരു 2 റോ ചെയ്ത് നോക്കുക. പിന്നെ 1-2 പേര് പറയുന്നുണ്ട് മിസ്സ് ചെയ്യുന്ന ഫിനിഷിങ് ഞങ്ങൾ ചെയ്യുന്ന വർക്കിനെ കാണുന്നില്ലല്ലോ. ഞാൻ 4 പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടും പിന്നെ നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട്, അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ നല്ല സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ. വിഷ് യു വെരി 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 ഓൾ ദ ബെസ്റ്റ്.